നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ കോൺട്രവേഴ്സ്യലായിരുന്ന ഒരു വിഷയമായിരുന്നു യുവതീ പ്രവേശനം ശബരിമലയിൽ. അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞ നാൾ വഴികൾ നോക്കുവാണെങ്കിൽ വളരെ പൊളിറ്റിക്കൽ ഇൻട്രീഗ്സ്, സോഷ്യൽ ഇൻട്രീഗ്സ് ഒക്കെ വരുന്ന ഒരു വിഷയമാണ്. അതിൽ CPM നേരത്തെയുള്ള കടുംപിടുത്തത്തിൽ നിന്നും മാറി ഇത് റിലീജിയസ് പണ്ഡിതന്മാർക്ക്, അതായത് മതങ്ങളുടെ പണ്ഡിതന്മാർക്ക് ആ തീരുമാനം, ഫൈനൽ തീരുമാനം വിടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുന്നു. സർ, ഇത് എന്താണ് കാണിക്കുന്നത്? രാഷ്ട്രീയമായി അവരുടെ കൈ പൊള്ളിയത് കൊണ്ടാണോ, അതോ നേരത്തെ എടുത്ത തീരുമാനം ഒരു തരത്തിൽ പറഞ്ഞാൽ BJPക്ക് വഴിവെക്കുന്ന ഒരു തീരുമാനമായിരുന്നു എന്നുള്ള ബോധ്യമാണോ? എന്താണ് ഇതിന്റെ പുറകിൽ താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇതിലൊരു ശരിയായ നിലപാട് എടുത്താൽ വോട്ട് നഷ്ടപ്പെടും എന്നുള്ള തിരിച്ചറിവാണ് CPIM-നെ കൊണ്ടും CPIM നയിക്കുന്ന ഈ സർക്കാരിനെ കൊണ്ടും ഇത് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. കാരണം അതിന് യാതൊരു മറയുമില്ല, അതിനൊരു ന്യായീകരണവുമില്ല. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു തിരിച്ചുപോക്കാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും അതിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചും. ഇത് വളരെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണ്. അതായത് ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ അധികാരത്തിൽ വരുന്നതിന് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളും തത്വങ്ങളും ബലികഴിച്ചുകൊണ്ട് വേണമോ, അത് ഒരു പ്രായോഗികതാവാദത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് വേണമോ എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 എന്ന് പറയുന്ന ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ, അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ സർക്കാരിനും അത് പരമപ്രധാനമല്ലാതെ വരുന്ന ഒരവസ്ഥ. ഇത് ഒരു കേരളത്തിൽ ഇപ്പോൾ CPIM നേതൃത്വത്തിലുള്ള സർക്കാരിന് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഒരുപക്ഷെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വിട്ടുവീഴ്ച ഞാൻ അവസരവാദപരമായിട്ടാണ് കാണുന്നത്. കാരണം ഇപ്പോൾ ഈ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ നിരവധി പ്രശ്നങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇന്ത്യൻ ഇടതുപക്ഷത്തിനും വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അത് ഒടുവിൽ ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികളെ, ഭരണത്തിലുള്ള ഹിന്ദുത്വ ശക്തികളുടെ വാദങ്ങൾക്കും അവരുടെ ന്യായങ്ങൾക്കും അവരുടെ തെറ്റായ നടപടികൾക്കുമെല്ലാം കുട ചൂടിക്കൊടുക്കുന്ന ഒരു തീരുമാനമായിരിക്കുമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം പാർട്ടിയും ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞു ഇത് ശരിയായ തീരുമാനമല്ല. എന്താണ് ഇതിൽ ശരിയായ തീരുമാനം എന്ന് താങ്കൾക്ക് തോന്നുന്നു? ശരിയായ തീരുമാനം സുപ്രീം കോടതിയുടെ 2018 ഉത്തരവും ആ ഉത്തരവിനെ പിന്തുണച്ചുകൊണ്ട് ആദ്യത്തെ പിണറായി സർക്കാർ താല്പര്യമുള്ള യുവതികൾക്ക് ശബരിമല ശാസ്താവിനെ ചെന്ന് കണ്ട് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുക എന്ന ഭരണഘടനാനുസൃതമായിട്ടുള്ള അതിനെ അനുകൂലിക്കണം. അത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കണമായിരുന്നു. തന്നെയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അവർക്ക് 2018 തീരുമാനം അപക്വമായി, അതുകൊണ്ട് നമുക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ തിരുത്തി, വളരെ മയപ്പെടുത്തി, അതിനെ പലതും പറഞ്ഞ് പൊതിഞ്ഞ് അത് അവതരിപ്പിക്കുകയാണ്. എന്നാൽ സമർത്ഥമായി ഒളിച്ചു കടത്താൻ പോലും അവർക്ക് കഴിയുന്നില്ല. കാരണം അവരങ്ങനെ ശ്രമിക്കുമ്പോഴും ജനങ്ങൾ കാണുന്നത് പുറത്തുപോയി എന്നാണ്, അല്ലെ? അവരിപ്പോഴും പറയുന്നത് മത നേതാക്കന്മാരുടെ സുപ്രീം കോടതി ആലോചിക്കണമെന്നാണ്. അത് തന്നെ എത്ര അപകടകരമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. അത് തന്നെയല്ലേ RSSും പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് VHPയുടെ മാർഗനിർദ്ദേശ മണ്ഡലുണ്ട്. ഈ ഹിന്ദു സമുദായത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ ശങ്കരാചാര്യന്മാരുണ്ട്. അത് തന്നെയല്ലേ CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ഇപ്പോൾ സുപ്രീം കോടതിയോട് പറയുന്നത്, മതപണ്ഡിതന്മാരെയും ആലോചിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഗതികേടിലേക്ക് CPM-നെ എത്തിച്ച തീരുമാനമായിരുന്നു റോങ് എന്നാണ് പറയുന്നത്. ബാക്കി 2007 തീരുമാനം തെറ്റാണെന്ന് താങ്കൾ പറയുമോ? 2007 തീരുമാനം ശരി തന്നെയായിരുന്നു. കാര്യം വെച്ചാൽ അന്നത്തെ സിറ്റുവേഷൻ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതിനെ അനുവദിച്ചിരുന്നു. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു.
എനിക്ക് മനസ്സിലായി എനിക്ക് ചെറിയാൻ പറയുന്നത് മനസ്സിലായി. നമ്മൾ രണ്ടും BJP-യുടെ പരാജയം ലക്ഷ്യം വെക്കുന്നു. പക്ഷെ താങ്കൾ പറയുന്നത് കുറച്ചുകൂടി പ്രായോഗികതവാദത്തിൽ കൂടി മാത്രമേ അവരെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ, അവർക്ക് മുതലെടുക്കാനുള്ള അവസരം കൊടുക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. അപ്പൊ അത് ഞാൻ യോജിക്കുന്നു. അതെ, അത് തീർച്ചയായിട്ടും അതൊരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയുന്നതാണ്. BJP-യെ വളരാൻ സഹായിക്കരുത്. പക്ഷെ എങ്ങനെ അത് ചെയ്യണം? കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം കൂടി ഞാൻ ചെറിയനോട് പറയാം. ഇത് ഒരു ശബരിമല കേസിനെ പറ്റി മാത്രമുള്ള ഭരണഘടനാ ബെഞ്ച് അല്ല. ഇത് മുസ്ലിങ്ങളുടെ ആചാരങ്ങളെ പറ്റി, മുസ്ലിം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മതസംബന്ധമായ നിരവധി കാര്യങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നാളെ BJP RSSന്റെ നേതൃത്വത്തിന് സുപ്രീം കോടതി മത നേതാക്കളുമായി ഇത് ആലോചിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലക്കടിക്കാനുള്ള വടിയാണ് കേരള സർക്കാർ കൊടുത്തിരിക്കുന്നത്. നാളെ അത് ഞാൻ ടോട്ടലി എഗ്രി ചെയ്യുന്നു. അവിടെയാണ് സാർ പ്രശ്നം. നമ്മള് കേരളത്തിൽ ഇരുന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ദേശീയമായി BJP നമ്മൾക്കെതിരെ തന്നെ, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായുള്ള തിരിച്ചുവിടാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് സുപ്രീം കോടതിയെ ഇപ്പോൾ ഈ ഇലക്ഷന് മുമ്പേ സുപ്രീം കോടതി രജിസ്റ്റർ ചെയ്ത് ലിസ്റ്റ് ചെയ്യുകയും ഇത് ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ ഇത് എഴുതി കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്താ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചെറിയാന്റെ അഭിപ്രായത്തില് ഇത് ഇത്തരത്തിലുള്ള CPM-ന്റെ നിലപാട് BJP-ക്കുള്ള പിന്തുണ കുറയ്ക്കുമെന്നാണോ പറയുന്നത്? അതുകൊണ്ട് ഇങ്ങനെ CPM ഇങ്ങനെ ഒരു നിലപാട് എടുത്തത് ഞാൻ അറിയാൻ ചോദിക്കുകയാണ്, താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇത്തരം ഒരു നിലപാട് കുറയ്ക്കുന്നില്ല, അവർക്കും ഇല്ല പ്രയോജനം. CPM-നാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. കാര്യം താങ്കൾ പറഞ്ഞു, അതാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു നിലപാടിലൂടെ അത് തന്നെയാണ് പറയുന്നത്. CPM ആഗ്രഹിച്ച വോട്ട് കിട്ടുകയുമില്ല, സ്വന്തം പാർട്ടിയുടെ പിന്തുണയ്ക്കുന്നവരെ അവരുടെ പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്യും. ഞാനതാണ് തത്വാധിഷ്ഠിതമായ നിങ്ങൾ തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയം കളിക്കാൻ ഉള്ള സമയത്തൊക്കെ ചെയ്തില്ലെങ്കിൽ ഓരോത്തിനും ഓരോ സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. പക്ഷെ ഒരിക്കലും അല്ല, അത്രയോട് ചെറിയാണ്. പക്ഷെ നമ്മൾ തമ്മിൽ രണ്ട് തരത്തിലുള്ള സമീപനമാണ് ഇതിനോട് എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM സർക്കാർ കൊടുത്തിട്ടുള്ള ഹർജി സ്റ്റേറ്റ് അഫിഡവിറ്റിൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങൾ യുക്തിയുടെയും വികാരത്തിന്റെയും വിട്ടുകൊടുക്കരുതെന്ന്. യുക്തിചിന്തയാണ് കമ്മ്യൂണിസത്തിന്റെയും മാർക്സിസത്തിന്റെയും അടിസ്ഥാനം. ഒരു മതപരമായ ഒരു ആചാരത്തിന്റെ കാര്യം യുക്തിക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കുമാരനാശാനും നാരായണ ഗുരുവും നവോത്ഥാനവും ഒക്കെ എവിടെയാണ്? എത്ര ആചാരങ്ങളെ മറികടന്നുകൊണ്ടാണ് കേരളമായത്? എനിക്ക് തോന്നുന്നത് നമുക്ക് വേറൊരു ഡിസ്കഷൻ ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ എങ്ങനെ ഇതിനെയൊക്കെ സമീപിക്കുന്നു, പല കാര്യങ്ങളും. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇന്ന് ഇതാണ് നമ്മളുടെ രണ്ടുപേരുടെയും ഇത്. അതായത് നേരത്തെ എടുത്ത തീരുമാനം ഇന്ന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാൻ പോകുന്നത് CPM-നായിരിക്കും. അല്ലാതെ BJP-യെ സഹായിക്കുകയും ചെയ്യുന്നില്ല, കോൺഗ്രസിനെ പ്രത്യേകിച്ചൊന്നും സഹായിക്കാനും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് സ്വന്തം പാർട്ടിയെ കൊണ്ട് എത്തിച്ച ആ തീരുമാനം എടുത്തവരാണ് ഇതിനെപ്പറ്റി കൂടുതൽ പരിശോധിക്കേണ്ടത്. നന്ദി, നമസ്കാരം. തീർച്ചയായും.